ഹായ് മൈ ഡിയർ ലിനേഴ്സ്, രണ്ടാം വർഷ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ശേഷമാണ് ഇത്തവണ ഒന്നാം വർഷ ഇംഗ്ലീഷ് എക്സാമിനേഷൻ നടക്കുന്നത്. രണ്ടാം വർഷ ഇംഗ്ലീഷ് എക്സാമിനേഷന് വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ തയ്യാറാക്കിയ എല്ലാ വീഡിയോയിലും ഏകദേശം 90%-ലേറെ 1-2 ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ എക്സാമിനേഷൻ ചോദിച്ചു എന്നുള്ളത് എത്രമാത്രം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിൻ്റെ അനുഭവ സമ്പത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതിനെ വ്യക്തമാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഇത്തവണ സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ കഴിഞ്ഞ് വിദ്യാർത്ഥികളോട് ചോദിച്ചു തന്നെ മനസ്സിലാവും എങ്ങനെയുണ്ടായിരുന്നു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ. ഈ പേസ് ബൈ കൃഷ്ണകുമാർ എന്ന ചാനലിലൂടെ വന്ന വീഡിയോയുടെ ക്വസ്റ്റ്യനുകളെല്ലാം ചോദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 90% അല്ല, ഒരു 98% ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിനേഷനിൽ നിന്ന് വീഡിയോയിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഇയർ എക്സാമിനേഷനുള്ള വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ ഇത്തവണ സെക്കൻഡ് ഇയറിന് ചോദിച്ച് കുറേ കാരണം ഒഴിവാക്കേണ്ടി വരും നമുക്ക്. അതുകൊണ്ട് ഇത്തവണ എക്സാമിനേഷൻ റൈറ്റിംഗ് പാർട്ടിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ലെറ്റർ റൈറ്റിംഗ്, പ്രൊഫൈൽ റൈറ്റിംഗ്, നോട്ടീസ്, അതേപോലെ തന്നെ ഗ്രാമർ പോർഷനിൽ ഫസ്റ്റ് ഇയർ എക്സാമിനേഷന് പ്രധാനമായിട്ട് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. അതേപോലെ നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, പ്രൊപ്പോഷണൽ ഫ്രേസ്, ഇതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം. ഇനി കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. Hi my dear listeners, once again welcome all of you to another new episode of my YouTube channel, Pace by Kishnakumar, or promoting acquisition of competence in English by Kishnakumar. And my dear listeners, this is an extra special video for all students of Kerala State Literacy Mission Authority's Higher Secondary Equivalency course. And my dear learners, as we all know, examination of 2026 is actually around the corner. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാമിനേഷൻ വളരെ അടുത്തെത്തിയിരിക്കുന്നു. നമുക്കറിയാം ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ റീഡിംഗ് റൈറ്റിംഗ് ഭാഗത്ത് നിന്നൊക്കെ പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ പിന്നീട് തൊട്ട് മുൻപ് നടന്ന എക്സാമിനേഷനിൽ നിന്ന് ഒരുപക്ഷെ ഇനി ചോദിക്കാൻ സാധ്യതയില്ലാത്തത്, അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ഏറ്റവും പൂർണ്ണമായും സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തി ഉറപ്പായിട്ടൊരു 90% മാർക്കിനുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി ഈ ഒരു തുല്യതാ പഠന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവയുടെ ഉത്തരങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇക്വലൻസി കോഴ്സ് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റിലെ ഒരു ലെസനാണ് ദ ബൂർ എന്നുള്ളത്. ദ ബൂർ എന്ന ഡ്രാമയാണ്, അതായത് 1 ആക്ട് പ്ലേ ആണ്, ഏകാംഗ നാടകമാണ്. ആ നാടകത്തിലെ 2 പ്രധാന കഥാപാത്രങ്ങൾ, കേന്ദ്ര കഥാപാത്രങ്ങൾ, പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹീറോയും ഒരു ഹീറോയിനും ഉണ്ട്. ഹീറോയിൻ മിസ്സിസ് പൊപ്പോവും ഹീറോ മിസ്റ്റർ സ്പിർണോവുമാണ്. ഈ 2 കഥാപാത്രങ്ങളെയും ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ സ്കെച്ച്, കഥാപാത്ര നിരൂപണം മാറി മാറി സ്ഥിരം ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ചോദിച്ചിട്ടില്ല, അപ്പോൾ ഇത്തവണ ചോദിക്കാൻ വീണ്ടും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്സിസ് പൊപ്പോവ്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മിസ്സിസ് എലേന ഇവാനോവിച്ച് പൊപ്പോവ് ഈസ് എ യങ് വിഡോ ആൻഡ് മിസ്ട്രസ് ഓഫ് എ കൺട്രി എസ്റ്റേറ്റ്. മിസ്സിസ് എലേന ഇവാനോവിച്ച് പൊപ്പോവ് ഒരു ചെറുപ്പക്കാരിയായ വിധവയും ഒരു ഗ്രാമീണ എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥയുമാണ്. ഫോളോയിങ് ദ ഡെത്ത് ഓഫ് ഹെർ ഹസ്ബൻഡ് നിക്കോളൈ, she willfully buries herself within the 4 walls of her home, owing eternal mourning and faithfulness to his memory to show him how deeply she can love and forgive. ഭർത്താവായ നിക്കോളയുടെ മരണത്തെ തുടർന്ന് തനിക്ക് അയാളോട് എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു. Ironically, her devotion persists despite her knowledge that he was often cruel, unjust and unfaithful to her. വൈരുദ്ധ്യമെന്ന് പറയട്ടെ, അവൻ പലപ്പോഴും തന്നോട് ക്രൂരനും അനീതി കാണിക്കുന്നവനും വഞ്ചകനുമായിരുന്നു എന്നറിഞ്ഞിട്ടും അവളുടെ ഈ ഭക്തി നിലനിൽക്കുന്നു.
Next paragraph. While Mrs. Popov initially presents herself as a fragile, sorrowful figure, she possesses a fierce, hot-tempered spirit. മിസ്സിസ് പപ്പോവ് തുടക്കത്തിൽ ദുർബലയും ദുഃഖിതയുമായ ഒരു സ്ത്രീയായിട്ടാണ് സ്വയം അവതരിപ്പിക്കുന്നതെങ്കിലും അവൾക്ക് കടുത്ത ദേഷ്യവും വീര്യവുമുള്ള ഒരു സ്വഭാവമുണ്ട്. When confronted by the boorish Smirnov over an outstanding debt, her delicate mourning facade quickly shatters. She matches his aggression step for step, insulting him as a monster and boldly accepting his challenge to a pistol duel. കിട്ടാനുള്ള കടത്തിൻ്റെ പേരിൽ പരിക്കനായ സ്മിർനോവ് അവളെ നേരിടുമ്പോൾ അവളുടെ ശാന്തമായ ദുഃഖാചരണത്തിൻ്റെ മുഖംമൂടി പെട്ടെന്ന് തകരുന്നു. അവൾ അവൻ്റെ ആക്രോശങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുകയും അവനെ ഒരു മോൺസ്റ്റർ, ഒരു രാക്ഷസൻ എന്നധിക്ഷേപിക്കുകയും ഒരു പിസ്റ്റൾ ദ്വന്ദ്വയുദ്ധത്തിനായുള്ള അവൻ്റെ വെല്ലുവിളി ധീരമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. Ultimately, Mrs. Popov is a highly theatrical and proud woman whose intense, repressed passions are easily redirected from anger and sorrow into an unexpected romance. ചുരുക്കത്തിൽ മിസ്സസ് പപ്പോവ് അങ്ങേയറ്റം നാടകീയത നിറഞ്ഞു നിൽക്കുന്ന അതേപോലെ തന്നെ അഭിമാനിയുമായ ഒരു സ്ത്രീയാണ്. അവളുടെ തീവ്രവും അടിച്ചമർത്തപ്പെട്ടതുമായ വികാരങ്ങൾ ദേഷ്യത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു പ്രണയത്തിലേക്ക് വളരെ പെട്ടെന്ന് വഴിമാറും. +1 എക്സാമിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലെസൺ ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന ക്വസ്റ്റ്യൻസിങ്ങിൻ്റെ ലെസണാണ്. അപ്പം ഇത് അതിനകത്തെ ഗ്രാൻഡ് മദർ, ലീഡിങ് ക്യാരക്ടറായിട്ടുള്ള സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ സമ്മറി ചോദിച്ചാലും ഈ ഒരു ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന ലെസണുമായിട്ട് ബന്ധപ്പെട്ട് നറേഷൻ ചോദിച്ചാലും റൈറ്റപ്പ് ചോദിച്ചാലും എഴുതാവുന്ന തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ആണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിലും ഈ ഏത് ചോദ്യം, അതായത് 5 മാർക്കിൻ്റെ ഏത് ചോദ്യം വന്നാലും ഈ ഉത്തരം നമുക്ക് എഴുതത്തക്ക രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് മദർ ഈസ് ഡിപ്പിക്റ്റഡ് ആസ് ആൻ എംബോഡിമെൻറ്റ് ഓഫ് ഗ്രേസ്, പിറ്റി ആൻഡ് സൈലന്റ് റെസിലിയൻസ്. നമുക്കിവിടെ മുത്തശ്ശിയെ കാരുണ്യം, ദൈവഭക്തി, ശാന്തമായ അതിജീവനശേഷി എന്നിവയുടെ പ്രതീകമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫിസിക്കലി ഷി വാസ് ആൻ ഓൾഡ്, ഷോർട്ട്, സ്ലൈറ്റ്ലി ബെൻറ്റ് വുമൺ വിത്ത് എ ഡീപ്ലി റിങ്കിൾഡ് ഫേസ്, ഡ്രസ്ഡ് ഇമാക്കുലേറ്റ്ലി ഇൻ സ്പോട്ട്ലെസ് വൈറ്റ്. ശാരീരികമായി അവർ പ്രായമായ, ഉയരം കുറഞ്ഞ, അല്പം കുനിഞ്ഞ, മുഖത്ത് ധാരാളം ചുളിവുകളുള്ള ഒരു സ്ത്രീയായിരുന്നു. എപ്പോഴും കറകളില്ലാത്ത ശുഭവസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. ടു ദി ഓദർ, ഹെർ കാം പ്രസൻസ് റേഡിയേറ്റഡ് ദ പ്യുവർ സെറീൻ പീസ് ഓഫ് എ വിൻ്റർ ലാൻഡ്സ്കേപ്പ്. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാന്തമായ സാന്നിധ്യം ഒരു ശൈത്യകാല ഭൂപ്രകൃതിയുടെ ശുദ്ധവും പ്രശാന്തവുമായ സമാധാനം പരത്തുന്നതായിരുന്നു. ഡീപ്ലി റിലീജിയസ്, ഹെർ ലൈഫ് റിവോൾവ്ഡ് അറൗണ്ട് കോൺസ്റ്റന്റ് ഡിവോഷൻ. Her fingers continuously counted the beads of her rosary, while her lips moved in silent, inaudible prayers. തീവ്രമായ മതവിശ്വാസിയായ അവരുടെ ജീവിതം നിരന്തരമായ ഈശ്വരഭക്തിക്ക് ചുറ്റുമായിരുന്നു. ചുണ്ടുകൾ നിശബ്ദവും കേൾക്കാനാകാത്തതുമായ പ്രാർത്ഥനകളിൽ ചിലച്ചുകൊണ്ടിരിക്കുമ്പോൾ വിരലുകൾ ജപമാലയിലെ മുത്തുകളെ നിരന്തരം എണ്ണിക്കൊണ്ടിരുന്നു. She possessed a strong attachment to traditional scriptures and was distressed when modern education excluded spiritual teachings. പരമ്പരാഗത ഗ്രന്ഥങ്ങളോട് അവർക്ക് ശക്തമായ ആഭിമുഖ്യമുണ്ടായിരുന്നു. കൂടാതെ ആധുനിക വിദ്യാഭ്യാസം ആത്മീയ അധ്യാപനങ്ങളെ ഒഴിവാക്കിയപ്പോൾ അവർ അസ്വസ്ഥയായി. She was also profoundly compassionate towards animals, finding joy in feeding village dogs and hundreds of sparrows daily. മൃഗങ്ങളോട് അവർക്ക് അങ്ങേയറ്റത്ത് കാരുണ്യമുണ്ടായിരുന്നു. ഗ്രാമത്തിലെ നായ്ക്കൾക്കും നൂറുകണക്കിന് കുരുവികൾക്കും ദിവസവും ഭക്ഷണം നൽകുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തി. When city life created a distance between her and the other, she accepted her isolation with quiet resignation, turning
to her spinning wheel and prayers. നഗരജീവിതം അവരും എഴുത്തുകാരനും തമ്മിൽ അകലം സൃഷ്ടിച്ചപ്പോൾ അവർ തൻ്റെ ഒറ്റപ്പെടലിനെ ശാന്തമായ കീഴടങ്ങളോടെ സ്വീകരിക്കുകയും തയ്യൽ മെഷീനിലേക്കും പ്രാർത്ഥനകളിലേക്കും തിരിയുകയും ചെയ്തു. She rarely showed over sentimentality, hiding her deep love behind a stoic exterior. അവർ തൻ്റെ ആഴത്തിലുള്ള സ്നേഹം ഒരു ഭാവമേതുമില്ലാത്ത പുറമോടിക്ക് പിന്നിൽ ഒളിപ്പിച്ചുകൊണ്ട് വികാരപ്രകടനങ്ങൾ അപൂർവമായി മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. Ultimately, she remained master of her own spirit, choosing to spend her final moments praying peacefully in bed until her last breaths. ഒടുവിൽ സ്വന്തം ആത്മാവിൻ്റെ യജമാനത്തിയായി നിലകൊണ്ട അവർ തൻ്റെ അവസാന ശ്വാസം വരെ കട്ടിലിൽ കിടന്ന് സമാധാനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ അവസാന നിമിഷങ്ങൾ ചിലവഴിക്കാൻ തിരഞ്ഞെടുത്തു. അടുത്തതായി എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസനാണ് AG ഗാർഡിനറുടെ ഓൺ അംബ്രല്ല മോറൽസ് എന്ന് പറഞ്ഞ എസ്സേ. ഇതുമായി ബന്ധപ്പെട്ട് സമ്മറി, നറേഷൻ, റൈറ്റപ്പ്, റിവ്യൂ ഇതിലേത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഈ ഒരൊറ്റ ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. AG Gardner's essay on Umbrella Morals emphasizes why gathering deep-seated values such as honesty and truthfulness is so critical. AG ഗാർഡിനറുടെ ഓൺ അംബ്രല്ല മോറൽസ് എന്ന ഈ എസ്സേ സത്യസന്ധതയും സത്യാന്വേഷണവും പോലുള്ള ആഴത്തിൽ വേരൂന്നിയ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നത് എത്രത്തോളം നിർണായകമാണെന്ന് ഊന്നി പറയുന്നു. Gardner points out that while many people would never commit major crimes like pocket picking or forging checks, they comfortably indulge in minor acts of dishonesty, convincing themselves it was merely a mistake. പോക്കറ്റടിയോ ചെക്കുകൾ വ്യാജമായി ഒപ്പിടലോ പോലെയുള്ള വലിയ കുറ്റകൃത്യങ്ങൾ പലരും ഒരിക്കലും ചെയ്യില്ലെങ്കിലും അതൊരു വെറും അബദ്ധം മാത്രമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടവർ ചെറിയ രീതിയിലുള്ള അസത്യങ്ങളിൽ സുഖമായി ഏർപ്പെടുന്നു. We often play hide and seek with our own conscience, refusing to acknowledge our moral shortcomings when no one else is watching. മറ്റാരും കാണാനില്ലാത്തപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് ഒളിച്ചുകളി നടത്തുകയും നമ്മുടെ ധാർമ്മികമായ പോരായ്മകളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യാറുണ്ട്. True honesty is not about simply conforming to societal laws or fearing public exposure. It requires an internal truthfulness that guides our actions in private. യഥാർത്ഥ സത്യസന്ധത എന്നത് കേവലം സാമൂഹിക നിയമങ്ങൾ അനുസരിക്കുന്നതോ പൊതുജനമധ്യത്തിൽ അപമാനിതനാകുമെന്ന ഭയമോ മാത്രമല്ല, അത് രഹസ്യമായിരിക്കുമ്പോൾ പോലും നമ്മുടെ പ്രവൃത്തികളെ നയിക്കുന്ന ഒരു ആന്തരിക സത്യസന്ധത ആവശ്യപ്പെടുന്നതാണ്. When we lack these authentic core values, our morality becomes selective and superficial, adjusting only when it is convenient. ഇത്തരത്തിലുള്ള അടിസ്ഥാന മൂല്യങ്ങൾ നമുക്കില്ലാതെ വരുമ്പോൾ നമ്മുടെ ധാർമ്മികത എന്നത് സൗകര്യത്തിനനുസരിച്ച് മാത്രം മാറുന്ന ഒന്നായി മാറുന്നു. Ultimately, fostering genuine integrity ensures that our behavior remains consistent and ethical in all facets of life, preventing us from slipping into the hypocritical boundaries of an umbrella conscience. ആത്യന്തികമായി യഥാർത്ഥമായ സമഗ്രത, ഇൻറ്റഗ്രിറ്റി വളർത്തിയെടുക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ പെരുമാറ്റം ഒരേപോലെയുള്ളതും ധാർമ്മികവുമാണെന്ന് ഉറപ്പാക്കുന്നു. ഇത് നമ്മെ ഒരു അംബ്രല്ല മോറൽസ് അല്ലെ അംബ്രല്ല കോൺഷ്യൻസിൻ്റെ കപടമായ അതിരുകളിലേക്ക് വീണുപോകാതെ തടയുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററായ റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ലെസനാണ് ദ കൈറ്റ് മേക്കർ എന്ന്. അതിനകത്ത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മെഹ്മൂദ്, സെൻട്രൽ ക്യാരക്ടറായ മെഹ്മൂദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും സമ്മറി, നറേഷൻ, റൈറ്റപ്പ്, റിവ്യൂ ഇതിലേത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും 5 മാർക്കിൻ്റെ ഏത് ചോദിച്ചാലും എഴുത്തക്ക രീതിയിലുള്ള ഒരു ആൻസറാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. The story follows Mahmood, an elderly kite maker who reminisces about a more leisurely past while sitting in his courtyard. തൻ്റെ വീട്ടുമുറ്റത്തിരുന്ന് ശാന്തവും മനോഹരവുമായ ഒരു ഭൂതകാലത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്ന റെമിനിസസ് മെഹ്മൂദ് എന്ന പ്രായമായ ഒരു പട്ടം നിർമ്മാതാവിനെ കുറിച്ചാണ് ഈ കഥ. When his grandson Ali loses his kite in an ancient banyan tree, Mahmood gives him a newly crafted one. തൻ്റെ കൊച്ചുമകനായ അലി
ഒരു പഴയ പേരാലിൽ തൻ്റെ പട്ടം കുടുങ്ങി നഷ്ടപ്പെടുത്തുമ്പോൾ മെഹ്മൂദ് അവന് പുതുതായി ഉണ്ടാക്കിയ ഒരു പട്ടം നൽകുന്നു. ദിസ് പ്രോംപ്റ്റ്സ് ദ ഓൾഡ് മാൻ ടു റിഫ്ലക്റ്റ് ഓൺ ഹിസ് പ്രൈം, എ ടൈം when kite flying was a grand competitive sport patronized by the Nawab, and he was celebrated for creating complex masterpieces like the dragon kite. ഇത് ആ വൃദ്ധനെ തൻ്റെ യൗവനകാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. നവാബിൻ്റെ പ്രോത്സാഹനത്തോടെ പട്ടം പറത്തൽ ഒരു വലിയ മത്സര വിനോദമായിരുന്നു കാലമായിരുന്നു അത്. ഡ്രാഗൺ കൈറ്റ് പോലെയുള്ള സങ്കീർണമായ മികച്ച സൃഷ്ടികൾ നിർമ്മിച്ചതിന് അദ്ദേഹം അക്കാലത്ത് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. As the city modernized, the open fields disappeared, people grew indifferent, and the demand for handcrafted kites dwindled. നഗരം ആധുനികവൽക്കരിക്കപ്പെട്ടതോടെ തുറസ്സായ പാടങ്ങൾ അപ്രത്യക്ഷമാവുകയും ആളുകൾക്ക് ഇതിനോടുള്ള താല്പര്യം കുറയുകയും ചെയ്തു. ഇതോടെ കൈകൊണ്ട് നിർമ്മിക്കുന്ന പട്ടങ്ങളുടെ ആവശ്യകതയും കുറഞ്ഞു. Mahmud's own sons grew up or moved away, leaving him isolated in a fast-paced, competitive world that has forgotten the old traditions. മഹ്മൂദിൻ്റെ സ്വന്തം മക്കൾ വളരുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയും ചെയ്തതോടെ പഴയ പാരമ്പര്യങ്ങൾ മറന്ന അതിവേഗം ഓടുന്ന ഈ മത്സരലോകത്ത് അദ്ദേഹം ഒറ്റപ്പെട്ടുപോയി. ഹിസ് സോൾ കംഫർട്ട് ഈസ് വാച്ചിങ് അലി ഗ്രൂ. അലി വളരുന്നത് നോക്കിക്കാണുന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ആശ്വാസം. ഇൻ ഹിസ് ഫൈനൽ മൊമെൻറ്റ്സ്, Mahmud drifts into a daydream about creating a spectacular kite resembling the legendary Garuda beat. തൻ്റെ അവസാന നിമിഷങ്ങളിൽ പുരാണങ്ങളിലെ ഗരുഡപക്ഷിയോട് സാദൃശ്യമുള്ള അതിമനോഹരമായ ഒരു പട്ടം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് മെഹ്മൂദ് ദിവാസ്വപ്നം കാണുന്നു. As Ali calls out to him, Mahmud passes away quietly in the sunshine. അലി അദ്ദേഹത്തെ വിളിക്കുന്നതിനിടയിൽ മെഹ്മൂദ് ആ വെയിൽ വെളിച്ചത്തിൽ ശാന്തമായി മരണത്തിന് കീഴടങ്ങുന്നു. എ സ്മോൾ വൈറ്റ് ബട്ടർഫ്ലൈ ലീവ്സ് ഹിസ് ബിയർഡ് ആൻഡ് എ ഗസ്റ്റ് ഓഫ് വിൻഡ് ക്യാരീസ് അലീസ് സ്റ്റോൺ കൈറ്റ് ഹൈ ഇൻ ടു ദി സ്കൈ. ഒരു ചെറിയ വെളുത്ത ചിത്രശലഭം അദ്ദേഹത്തിൻ്റെ താടിയിൽ നിന്ന് പറന്നു കയറുകയും ശക്തമായ ഒരു കാറ്റ് അലിയുടെ കീറിയ പട്ടത്തെ ആകാശത്തേക്ക് ഉയരത്തിൽ പറത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ദ പാത്സ് ഓഫ് ലൈഫ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസനാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. എന്താ ഹെലൻ കെല്ലറിൻ്റെ ജീവിതകഥ വിശദീകരിക്കുന്ന, ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥ വിശദീകരിക്കുന്ന സ്റ്റോറിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹെലൻ കെല്ലറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് കഴിഞ്ഞ തവണ ചോദിക്കുകയുണ്ടായി. അപ്പം ഇത്തവണ അതിൻ്റെ ഒരു നറേറ്റീവോ സമ്മറിയോ അല്ലെങ്കിൽ റൈറ്റപ്പോ അല്ലെങ്കിൽ റിവ്യൂ ആയിരിക്കും ചോദിക്കുന്നത്. ഇത് ഏത് ചോദിച്ചാലും ഇനിയിപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ആയാലും നിങ്ങൾക്ക് ഈ ആൻസർ എഴുതാവുന്നതാണ്. ആ രീതിയിലാണ് ഈ ഉത്തരം തയ്യാറാക്കിയിരിക്കുന്നത്. ഹെലൻ കെല്ലർ വാസ് ബോൺ ഓൺ June 27, 1880 in Tuscumbia, a little town of northern Alabama. Her father, Arthur H. Keller, was a captain in the Confederate Army, and her mother, Kate Adams, was his second wife. 1880 ജൂൺ 27 വടക്കൻ അലബാമയിലെ ടസ്കംബിയ എന്ന ചെറിയ പട്ടണത്തിലാണ് ഹെലൻ കെല്ലർ ജനിച്ചത്. അവളുടെ പിതാവ് ആർതർ എച്ച് കെല്ലർ കോൺഫെഡറേറ്റ് സൈന്യത്തിലെ ഒരു ക്യാപ്റ്റനായിരുന്നു. അമ്മ കെയ്റ്റ് ആദംസ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. ദ ടൈനി ഹൗസ് വെയർ ഹെർ പേരൻസ് ലിവ്ഡ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്, ക്ലൈംബിംഗ് റോസസ് ആൻഡ് ഹണിസക്കിൾസ്. It was called Ivy Green because the house and the surrounding trees and fences were covered with beautiful English ivy. Its garden was Helen's childhood paradise. അവളുടെ മാതാപിതാക്കൾ താമസിച്ചിരുന്ന ചെറിയ വീട് പൂർണ്ണമായും വള്ളിച്ചെടികളും പടർന്നു കയറുന്ന റോസാപ്പൂക്കളും ഹണിസക്കിൾ ചെടികളും കൊണ്ട് മൂടിയിരുന്നു. വീടും ചുറ്റുമുള്ള മരങ്ങളും വേലികളും മനോഹരമായ ഇംഗ്ലീഷ് ഐവി ചെടികളാൽ മൂടപ്പെട്ടിരുന്നതിനാൽ അത് ഐവി ഗ്രീൻ എന്ന് വിളിക്കപ്പെട്ടു. അതിൻ്റെ പൂന്തോട്ടം ഹെലൻ്റെ കുട്ടിക്കാലത്തെ സ്വർഗമായിരുന്നു, പറുദീസയായിരുന്നു. ഹെലൻ, ബീങ് ദ ഫസ്റ്റ് ബോൺ ഇൻ ദ ഫാമിലി, റിസീവ്ഡ് സ്പെഷ്യൽ അറ്റൻഷൻ. ഷീ വാസ് നെയ്മഡ് ഹെലൻ ആദംസ് ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദർ. ഷീ കുഡ് വാക്ക് വെൻ ഷീ വാസ് ജസ്റ്റ് എ ഇയർ ഓൾഡ്. കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയായതിനാൽ ഹെലന് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു. അമ്മൂമ്മയുടെ പേരിൽ നിന്നാണ് അവൾക്ക് ഹെലൻ ആദംസ് എന്ന പേരിട്ടത്. വെറും 1 വയസ്സുള്ളപ്പോൾ തന്നെ അവൾക്ക് നടക്കാൻ കഴിയുമായിരുന്നു. നേച്ചർ സ്റ്റിർഡ് ഹെർ ഇമോഷൻസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ഹാപ്പി ഡേയ്സ് റോൾഡ് ബൈ.
In the dreary month of February, she fell ill. She was stricken with a mysterious illness and took away her hearing and seeing. തുടക്കം മുതൽ തന്നെ പ്രകൃതി അവളുടെ വികാരങ്ങളെ സ്വാധീനിച്ചിരുന്നു. സന്തോഷകരമായ ദിവസങ്ങൾ കടന്നുപോയി. ഫെബ്രുവരിയിലെ വിരസമായ ഒരു മാസത്തിൽ അവൾക്ക് സുഖമില്ലാതായി. ഒരു നിഗൂഢമായ രോഗം അവളെ ബാധിക്കുകയും അതവളുടെ കേൾവിയും കാഴ്ചയും ഇല്ലാതാക്കുകയും ചെയ്തു. സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് എൻവലപ്ഡ് ഹെർ അണ്ടിൽ ഹെർ ടീച്ചർ സെറ്റ് ഹെർ സ്പിരിറ്റ് ഫ്രീ. നിശബ്ദതയും ഇരുട്ടും അവളെ മൂടിയിരുന്നു. അവളുടെ അധ്യാപിക വന്ന് അവളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നത് വരെ. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 19 months, Helen could get the glimpses of broad green field, a luminous sky, trees and flowers. ആദ്യത്തെ 19 മാസങ്ങളിൽ ഹെലന് വിശാലവും പച്ചപ്പ് നിറഞ്ഞതുമായ വയലുകൾ, പ്രകാശമാനമായ ആകാശം, മരങ്ങൾ, പൂക്കൾ എന്നിവയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു. These visuals could not be blotted out even when she became blind. They had left their indelible imprints on her heart. The physical losses perhaps had given Helen extra sense of perception. അവൾക്ക് അന്ധത ബാധിച്ചതിന് ശേഷവും ഈ ദൃശ്യങ്ങൾ മാഞ്ഞുപോയില്ല. അവ അവളുടെ ഹൃദയത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ചിരുന്നു. ശാരീരികമായ ഈ നഷ്ടങ്ങൾ ഒരുപക്ഷെ ഹെലന് അസാധാരണമായ ഉൾക്കാഴ്ച നൽകിയിരിക്കാം. ഹെർ ലൈഫ് ആൻഡ് റൈറ്റിംഗ്സ് കണ്ടിന്യൂ ടു ഇൻസ്പയർ പീപ്പിൾ വേൾഡ് വൈഡ്. ഓവറാൾ, ഹെർ ക്യാരക്ടർ സ്കെച്ച് റിവീൽസ് എ റിമാർക്കബിൾ ഇൻഡിവിജ്വൽ ഹു ഡിഫൈഡ് എക്സ്പെക്ടേഷൻസ് ആൻഡ് അച്ചീവ്ഡ് ഗ്രേറ്റ്നസ് ത്രൂ ഹെർ ഡിറ്റർമിനേഷൻ, ഇൻ്റലിജൻസ് ആൻഡ് സ്ട്രോങ് വിൽ. അവളുടെ ജീവിതവും എഴുത്തുകളും ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മൊത്തത്തിൽ അവളുടെ സ്വഭാവ ചിത്രീകരണം, ക്യാരക്ടർ സ്കെച്ച് വെളിപ്പെടുത്തുന്നത് പ്രതീക്ഷകളെ കാറ്റിൽ പറത്തുകയും തൻ്റെ ദൃഢനിശ്ചയം, ബുദ്ധിശക്തി, ശക്തമായ ഇച്ഛാശക്തി എന്നിവയിലൂടെ മഹത്വം കൈവരിക്കുകയും ചെയ്ത ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വത്തെയാണ്. ഇംഗ്ലീഷ് എക്സാമിനേഷന് ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ ആ ഒരു സിസ്റ്റം അനുസരിച്ച് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള കുറേ ചോദ്യങ്ങൾ, അതേപോലെ തന്നെ റീഡിംഗ് റൈറ്റിംഗ് ഭാഗത്തു നിന്ന് പതിവായി ചോദിക്കുന്ന ഒഴിവാക്കാനാവാത്ത ചോദ്യങ്ങൾ. അപ്പോൾ ഈ പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഒരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റ് തന്നെ നമുക്ക് 10-20 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഉറപ്പായിട്ടുള്ള റീഡിംഗ് റൈറ്റിംഗ് ഭാഗത്തു നിന്നുള്ള ആ 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നമുക്ക് എങ്ങനെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 25 മാർക്ക് സ്കോർ ചെയ്യാം. അത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും ആ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള വിശദീകരണമാണ് നമുക്കിനി പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. റൈറ്റിംഗ് ഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിങ്ങിൽ ലെറ്റർ 2 ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം, ഒഫീഷ്യൽ ലെറ്ററും പേഴ്സണൽ ലെറ്ററും. അതായത് ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, അങ്ങനെ 2 വിധത്തിലാണ് ലെറ്റർ റൈറ്റിംഗ്. അപ്പോൾ ഈ ലെറ്റർ തയ്യാറാക്കുമ്പം അതിന് കൃത്യമായൊരു ഫോർമാറ്റ് ഉണ്ട്. അത് ഒഫീഷ്യൽ ലെറ്ററിനായാലും ഇൻഫോർമൽ ലെറ്ററിനായാലും. ആദ്യം നമുക്ക് ഇൻഫോർമൽ ലെറ്റർ ഒന്ന് വിശദീകരിക്കാം. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലെറ്റർ, നമ്മൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കുന്ന ലെറ്റർ. അപ്പോൾ ലെറ്റർ തയ്യാറാക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ ഫോർമാറ്റിലാണ്. കമ്പ്യൂട്ടർ ഫോർമാറ്റിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും നമ്മൾ ലെറ്ററുകൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഒരേ ലെവൽ വേണം. അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ വരികളും ഒരേ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ ലെവലിലായിരിക്കും. ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. കാരണം നമ്മൾ തയ്യാറാക്കുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചോ. പണ്ട് കാലത്ത് നമ്മൾ പേപ്പറിൽ എഴുതി കൊണ്ടിരുന്നപ്പോൾ നമുക്ക് അതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും മാറിയാലൊന്നും വിഷയമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ആ കമ്പ്യൂട്ടർ ഫോർമാറ്റാണ്. അപ്പം കഴ്സർ വന്ന് നിൽക്കുന്നതനുസരിച്ച് ലെഫ്റ്റ് എൻഡ് ഒരു ലെവൽ വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മനസ്സിലാക്കേണ്ടതിന് പേഴ്സണൽ ലെറ്ററിന് 5 ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ 5 ഫീച്ചേഴ്സും കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ഫീച്ചർ സെൻഡേഴ്സ് അഡ്രസ്സാണ്. സെൻഡേഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആളുടെ വീട്ടുപേരും സ്ഥലപ്പേരും. അപ്പം മറ്റ് സിറ്റികളിലൊക്കെ കൂടുതലും വീട്ടുപേരിന് പകരം നഗർ നമ്പരും ആ നഗറിൻ്റെ പേരും സ്ഥലപ്പേരും ആയിരിക്കും. നമ്മൾ ഗ്രാമങ്ങളിൽ വീട്ടുപേരും സ്ഥലപ്പേരും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് 3 വരി കാണും അല്ലേ. അത് അടുപ്പിച്ച് അത് കൃത്യമായിട്ട് ഒരു അഡ്രസ്സ് അറിയത്തക്ക രീതിയിൽ എഴുതുക. അതിനുശേഷം ഒരു സ്പേസ് കൊടുത്തിട്ട് രണ്ടാമത്തെ ഫീച്ചറായ ഡേറ്റ് എഴുതുക. ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതുന്ന ദിവസം. അപ്പോൾ അന്നത്തെ ദിവസം എപ്പോഴാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് ആ ലെറ്റർ എഴുതുന്ന ഡേറ്റ്. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന ദിവസം തന്നെയാണ് ആ ഡേറ്റ് കൊടുക്കേണ്ടത്.
അതിന് ശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം അടുത്ത മൂന്നാമത്തെ ഫോർമാറ്റായിട്ടുള്ള സല്യൂട്ടേഷൻ. പേഴ്സണൽ ലെറ്റർ നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുന്നത് ഡിയർ എന്നോ, നമ്മൾ എപ്പോഴും പ്രിയപ്പെട്ടവരല്ലേ, അപ്പോൾ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഡിയർ ആൻറ്റി, ഡിയർ അങ്കിൾ, അപ്പോൾ ഡിയർ എന്ന് മാത്രം കൊടുത്താലും മതി. അതിനുശേഷം കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ലെറ്ററിൽ ഉള്ളടക്കുക എന്ത് കാര്യങ്ങളാണോ ആ വിഷയം അവിടെ എഴുതുക. അപ്പോൾ തെറ്റാതിരിക്കുന്നതിന് വേണ്ടി ഈ ലെറ്ററിൻ്റെ തുടക്കം അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ ഭാഗവും ഞാനിവിടെ നിന്ന് എഴുതി തയ്യാറാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നവർ സ്വന്തമായിട്ടുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. അല്ലാത്തവർ ഈ ഒരു സെൻറ്റൻസ് തുടങ്ങിയിട്ട് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ദാറ്റ് എന്നെഴുതിയതിന് ശേഷം ഡാഷ് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ എടുത്ത് എഴുതി വെക്കുക. അതിനുശേഷം കൺക്ലൂഡിങ് ഭാഗമായിട്ടുള്ള ഐ തിങ്ക് യു വിൽ കൺസിഡർ എന്നുള്ള ആ ഒരു സെൻറ്റൻസ് എഴുതി തീർക്കുക. അതിനുശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം യുവേഴ്സ് ലവിങ്ലി എന്നെഴുതി SD എന്നെഴുതി അതിന് ശേഷം നെയിം ഇടുക. അപ്പോൾ യുവേഴ്സ് ലവിങ്ലി SD നെയിം എന്നുള്ളത് ആ നെയിം നമ്മൾ അയക്കുന്ന ആളുടെ പേര് തന്നെയാണ്. അപ്പം നെയിം ഇട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഈ മൂന്നും, അതായത് യുവേഴ്സ് ലവിങ്ലി SD നെയിം എന്നുള്ളത് ലാസ്റ്റ് 5ാമത്തെ ഫോർമാറ്റാണ്. അപ്പം സെൻറ്റൻസ് അഡ്രസ്സ്, ഡേറ്റ്, സല്യൂട്ടേഷൻ, കണ്ടൻറ്റ്, അതിനുശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം യുവേഴ്സ് ലവിങ്ലി എന്നുള്ള SD നെയിം എന്നുള്ള 5ാമത്തെ ഫീച്ചർ. ഇത്രയാണ് നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ നമുക്ക് ഈ ഫോർമാറ്റ് ഉപയോഗിച്ച് ഇത്രയും ഫീച്ചേഴ്സ്, ഈ 5 ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഇൻഫോർമൽ ലെറ്റർ തയ്യാറാക്കാം. അടുത്ത ഒഫീഷ്യൽ ലെറ്ററാണ്. ഒഫീഷ്യൽ ലെറ്റർ അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായ സ്ഥിതിക്ക് ഇതിനകത്ത് ഒഫീഷ്യൽ ലെറ്റർ ഇനി എക്സ്ട്രാ 2 ഫീച്ചേഴ്സ് കൂടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒഫീഷ്യൽ ലെറ്ററിന് 7 ഫീച്ചേഴ്സാണ്. നമ്മൾ പഠിച്ച ഇൻഫോർമൽ ലെറ്ററിന് 5 ഫീച്ചേഴ്സ് ആണെങ്കിൽ ഒഫീഷ്യൽ ലെറ്ററിന് 7 ഫീച്ചേഴ്സാണ്. എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെൻറ്റേഴ്സ് അഡ്രസ്സിനകത്ത് ഒഫീഷ്യലിനാകുമ്പോൾ നമ്മൾ നെയിം ആൻഡ് അഡ്രസ്സ് പേര് കൂടി ചേർക്കണം. ഇൻഫോർമൽ ലെറ്ററിലാകുമ്പോൾ അഡ്രസ്സ് മതി. ഇവിടെ 2ാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. 3ാമത്തേതാണ് ഇൻസൈഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇൻഫോർമൽ ലെറ്ററിൽ നമുക്ക് ഇൻസൈഡ് അഡ്രസ്സ് വേണ്ട, പക്ഷേ ഒഫീഷ്യൽ ലെറ്ററിൽ വരണം. കാരണം ഇത് കിട്ടേണ്ട ആളുടെ ഡെസിഗ്നേഷൻ ആൻഡ് അഡ്രസ്സാണ്. ഡെസിഗ്നേഷൻ എന്ന സ്ഥാനപ്പേര്. ഇപ്പം ഒരു ബാങ്കിലേക്കാണെങ്കിൽ മാനേജർ, പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ SI, സ്കൂളിലേക്കാണെങ്കിൽ ഹെഡ് മാസ്റ്റർ, അങ്ങനെ അതിൽ തലപ്പത്തിരിക്കുന്ന ആളുടെ സ്ഥാനപ്പേര്, ഡെസിഗ്നേഷനും പിന്നെ അഡ്രസ്സും, അതാണ് ഇൻസൈഡ് അഡ്രസ്സ്. 4ാമതായിട്ട് അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ഇൻഫോർമൽ ലെറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് സബ്ജക്റ്റാണ്. അതായത് നമ്മൾ എന്ത് വിഷയമാണോ അത് ഒറ്റ വരിയിൽ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അതായത് ഓരോ ഓഫീസിലേക്ക് ഒരുപാട് ലെറ്റർ വരും. അപ്പം എന്ത് ആവശ്യം മൊത്തം വായിച്ചു പോകാനുള്ള സമയം കാണത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും ആദ്യം നോക്കുന്നത് ഇതിൻ്റെ സബ്ജക്റ്റിലേക്കായിരിക്കും. അപ്പം സബ്ജക്റ്റ് ഒറ്റ വരിയിൽ എന്ത് ആവശ്യത്തിനാണ് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റ വരിയിൽ തയ്യാറാക്കുന്നതാണ് സബ്ജക്റ്റ്. അതിനുശേഷം സല്യൂട്ടേഷനാണ്. പിന്നീടെല്ലാം ബാക്കിയെല്ലാം നമ്മൾ ഇൻഫോർമേറ്ററിൻ്റെയാണ്. പക്ഷേ സല്യൂട്ടേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പേഴ്സണൽ ലെറ്ററിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, ഇൻഫോർമൽ ലെറ്ററിൽ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിയർ ഫ്രണ്ട്, ഡിയർ ആൻറ്റി, ഡിയർ ഫാദർ, അങ്ങനെ ഡിയർ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് സല്യൂട്ടേഷൻ ഒറ്റ ഒരു, അതായത് സർ ഓർ മേഡം എന്ന ഒറ്റ സിംഗിളായിട്ടുള്ള ഒരു ഫ്രേസും കൊടുത്താൽ മതി. സർ അല്ലെങ്കിൽ മേഡം, സർ ഓർ മേഡം. അപ്പം അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തരുത്. വളരെ കറക്റ്റായിട്ട് സർ ഓർ മേഡം എന്നാണ് സല്യൂട്ടേഷൻ കൊടുക്കേണ്ടത്. പിന്നീട് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടൻറ്റ് തയ്യാറാക്കുന്നു. കണ്ടൻറ്റ് നമുക്ക് തുടക്കം നമ്മൾ ഇൻഫോർമൽ ലെറ്ററിന് കൊടുത്തോണെങ്കിൽ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒടുക്കം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ എടുത്ത് എഴുതി വെക്കുക. പിന്നെ കൃത്യമായിട്ട് സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്ത് എഴുതാൻ അറിയാവുന്നവർ സ്വന്തം ഭാഷയിൽ തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ ലീവ് ടേക്കിംഗ്, അതായത് നമ്മൾ പിന്നെ പേഴ്സണൽ ലെറ്റർ നമ്മൾ സ്നേഹപൂർവ്വം, അതായത് യുവേഴ്സ് ലവിങ്ലി എന്ന് കൊടുത്തതിന് പകരം ഇവിടെ നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നായിരിക്കണം കൊടുക്കേണ്ടത്. അതായത് വിശ്വാസപൂർവ്വം. കാരണം നമുക്ക് അപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ സ്നേഹപൂർവ്വം എന്നല്ല കൊടുക്കേണ്ടത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. അത് കഴിഞ്ഞിട്ട് SD നെയിം, അതോടുകൂടി തീരും. റൈറ്റിംഗ് ഭാഗത്തു നിന്നുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇമെയിൽ തയ്യാറാക്കുക എന്നുള്ളത്. ഇമെയിലിൻ്റെ ഈ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് ഡേറ്റ് ഫ്രം സബ്ജക്റ്റ് ടു, അത് കഴിഞ്ഞിട്ട് ഡിയർ എന്ന് കൊടുത്തതിന് ശേഷം അതായത് കണ്ടൻറ്റ് ഭാഗം. അപ്പോൾ ഇതെല്ലാം വേണ്ട ഈ ഓരോ റോസിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡേറ്റ് എന്നുള്ള ഒരു റോയെ, ഫ്രം മറ്റൊരു റോയിൽ, സബ്ജക്റ്റ് അടുത്ത റോയിൽ, ടു അടുത്ത റോയിൽ, പിന്നീട് കണ്ടൻറ്റ് ഒരു വലിയ റോയിൽ. മനസ്സിലായോ? അതിനുശേഷം ലാസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ യുവേഴ്സ് നെയിം എന്നുള്ള ആ ലീവ് ടേക്കിംഗ് ഭാഗമാണ്. ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് പോലെ തന്നെ ഇതിനും ഈ ഫീച്ചേഴ്സിന്, ഇതിനകത്ത് ഓരോ ഫീച്ചേഴ്സിനും അതിൻ്റേതായ ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ഇമെയിലിന് പലതരത്തിലുള്ള അപ്ഡേഷൻ വന്നു കഴിയുമ്പോൾ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളൊരു ഫോർമാറ്റാണിത്. ഇത് നമുക്കൊരു കോഡ് രീതിയിൽ പഠിക്കാം. അതാണ് DFST, ഡേറ്റ് ഫ്രം സബ്ജക്റ്റ് ടു.
ആ ഒരു രീതിയിലൊരു ഓർഡറിൽ നിന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കണ്ടൻറ്റ്, ദെൻ ലീവ് ടേക്കിംഗ്, ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിനുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു റോസും കോളംസും കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോർമാറ്റ് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇമെയിലിൻ്റെ മാർക്ക് ലഭിക്കും. ഡേറ്റ് നിങ്ങൾ എക്സാമിനേഷൻ്റെ ഡേറ്റ് കൊടുക്കുക. ഫ്രം എന്നുള്ള അവരവരുടെ പേരെഴുതി @gmail.com, അതായത് നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഐ ഡി അവിടെ എഴുതാം. അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എഴുതുക ഒറ്റ വരിയിൽ. അതിനുശേഷം കിട്ടേണ്ട ആളുടെ ഒരു ഇമെയിൽ ഐ ഡി, അപ്പം കിട്ടേണ്ട ആളുടെ പേരെഴുതിയൊരു @gmail.com കൊടുക്കുക. അതിനുശേഷം അടുത്ത റോയിൽ നിങ്ങൾ കണ്ടൻറ്റ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഡിയർ എന്ന് കൊടുത്തുകൊണ്ട്, ഇപ്പം ഒഫീഷ്യലാണെങ്കിൽ സർ ഓർ മാഡം എന്ന് കൊടുക്കണം എന്നുള്ളത്. സല്യൂട്ടേഷൻ ഡിയർ മാറ്റിയിട്ട് സർ ഓർ മാഡം എന്ന് കൊടുക്കുക ഒഫീഷ്യലായിട്ടുള്ളതാണെങ്കിൽ. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്വസ്റ്റിനകത്തുള്ള കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം കൺക്ലൂഡിംഗ് ആയിട്ട് ഐ തിങ്ക് യു വിൽ കൺസിഡർ ദ എബവ് മെൻഷൻഡ് മാറ്റർ ഇൻ ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് ആൻഡ് സീരിയസ്നെസ് എന്നുള്ള ആ സെൻറ്റൻസ് കൂടി കൺക്ലൂഷനായിട്ട് എഴുതുക. അതിനുശേഷം താങ്ക് യു എഴുതിയതിന് ശേഷം അടുത്ത കോളത്തിൽ യുവേഴ്സ് എന്ന് കൊടുത്തിട്ട് നെയിം എന്ന് കൊടുക്കുക. ഇത്രയും മതി. ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പറയുന്ന കണ്ടൻറ്റ് ഭാഗത്ത് നിങ്ങൾ ക്വസ്റ്റിനകത്തുള്ള കാര്യങ്ങൾ എടുത്ത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അപ്പോൾ ഇമെയിലിന് ഈ ഒരു ഫോർമാറ്റിലൂടെയാണ് ഈ മാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫോർമാറ്റ്, അപ്പം ഇമെയിലിന് തന്നെ പല ഫോർമാറ്റുകളുണ്ട്. അത് ഏറ്റവും എളുപ്പമുള്ളൊരു ഫോർമാറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോർമാറ്റ് ചെയ്ത് ആൻസർ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിന് തന്നെ നിങ്ങൾക്ക് 3.5 മാർക്ക് കിട്ടും. കണ്ടൻറ്റ് കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് 5 മാർക്ക് ഉറപ്പിക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ട്രാവലോഗ് തയ്യാറാക്കുക എന്നുള്ളത്. ഇത് അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും റെയറായിട്ടാണ് ചോദിക്കുന്നത്. ഇത്തവണ ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് എ ജേണിയാണ്, ഒരു യാത്രയുടെ വിവരണം. യാത്രാ വിവരണമാണല്ലോ ട്രാവലോഗ്. അപ്പോൾ യാത്ര പോയതിന് ശേഷം അതിനെക്കുറിച്ച് വിവരിച്ചെഴുതുന്നതാണ് ട്രാവലോഗ്. ഇവിടെ നമുക്ക് ട്രാവലോഗ് എന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹെഡിങ് ആയിട്ട് ജേണി ടു ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം യാത്ര പോയിരിക്കുന്ന സ്ഥലം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളൊരു യാത്ര, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന യാത്ര പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഊട്ടി യാത്ര വെക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന ഡെസ്റ്റിനേഷൻ ഊട്ടി എന്നാണ്. അപ്പോൾ ജേണി ടു ഊട്ടി എന്നാവും. പിന്നെ അത് പോകുന്ന വഴികളെല്ലാം ഏതൊക്കെ സ്ഥലങ്ങൾ കാണുന്നു എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ലാസ്റ്റ് മന്ത് ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ദ ഡാഷ്, 2-3 സ്ഥലങ്ങളുടെ പ്രധാനപ്പെട്ട പേരുകൾ എഴുതുക. അതിനുശേഷം ദ ജേണി ഇറ്റ് സെൽഫ് വാസ് എ ട്രീറ്റ് ഫോർ ദ ഐസ്. ഇത് കണ്ണുകൾക്ക് വളരെയധികം സുഖം പകരുന്ന ഒരു ട്രീറ്റ് തന്നെയായിരുന്നു ഇത്. അതിന് ദ ട്രിപ്പ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സൈറ്റ് സീയിങ് ബട്ട് ആൾസോ അബൌട്ട് എക്സ്പീരിയൻസിങ് ദ ലോക്കൽ കൾച്ചർ ആൻഡ് ഇൻറ്ററാക്ടിങ് വിത്ത് ദ വാം ഫ്രണ്ട്ലി പീപ്പിൾ ഓഫ് ദി റീജിയൻ. ഈ യാത്രയെന്ന് പറയുന്നത് നമ്മുടെ ഒരു കണ്ണുകൾക്ക് സുഖം പകരുന്ന ഒരു അനുഭവം മാത്രമായിരുന്നില്ല, പിന്നെ ആ ദേശങ്ങളിലെ ആൾക്കാരുടെ സംസ്കാരവും അവരുടെയായിട്ടുള്ള ആ ജനങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. ഓവറാൾ മൊത്തത്തിൽ ഈ ഡാഷ് ഇട്ടിരുന്നത് ഏത് ട്രിപ്പാണ്? ഊട്ടി ട്രിപ്പെങ്കിൽ ആ ഊട്ടി ട്രിപ്പ് ഓഫേർഡ് എ റെജുനുവേറ്റിംഗ് എസ്കേപ്പ് ഫ്രം ദ ബേസിൽ ആൻഡ് ഹസിൽ ഓഫ് ഡെയിലി ലൈഫ്, ലീവിങ് ബിഹൈൻഡ് മെമ്മറീസ് ദാറ്റ് ഐ വിൽ ചെറിഷ് ഫോർ എവർ. അപ്പോൾ ഈ യാത്ര അങ്ങേയറ്റം നല്ല ഒരു പുതിയ അനുഭവമായിരുന്നു. അത് എൻ്റെ എല്ലാ തിരക്കുകളിലും എൻ്റെ ബോറിങ്ങുകളും എല്ലാം അകത്തിയിട്ട് ജീവിതത്തിൽ എല്ലാത്തിനെയും പിന്തള്ളിക്കൊണ്ട് പുതിയൊരു അനുഭവം, എൻ്റെ മനസ്സിന് പുതിയൊരു സന്തോഷകരമായ അനുഭവം പകരുന്ന അനുഭവമായിരുന്നു ഈ യാത്ര എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതേപോലെ അങ്ങ് എഴുതാം. അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ജേണി ടു ആ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഈ യാത്ര ഏതെങ്ങോട്ടാണോ ആ സ്ഥലപ്പേര് ആദ്യമേ ജേണി ടു കഴിഞ്ഞിട്ട് എഴുതുക, സ്ഥലപ്പേര് എഴുതുക. പിന്നീട് തന്നിരിക്കുന്ന 2 സ്ഥലത്ത് നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എടുത്ത് എഴുതുക. ലാസ്റ്റ് തന്നിരിക്കുന്നത് ആ ട്രിപ്പ് ടു ആ ഊട്ടി ട്രിപ്പ് ആണെങ്കിൽ ഊട്ടി ട്രിപ്പ്, മറ്റേ ട്രിപ്പായാലും ആ ഓവറാൾ കഴിഞ്ഞിട്ട് ആ ട്രിപ്പിൻ്റെ പേര് എഴുതുക. അത്രയേ ഉള്ളൂ. എഴുതി കംപ്ലീറ്റ് ചെയ്താൽ ഇത് തന്നെ ഒരു ട്രാവലോഗിൻ്റെ ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ട്രാവലോഗ് ചോദിച്ചാൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇതങ്ങ് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് എക്സാമിനേഷനുകളിൽ ഒഴിവാക്കാനാവാത്തൊരു ചോദ്യമാണ്, അതായത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ചോദ്യമാണ് സ്പീച്ച് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം തന്നതിന് ശേഷം അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക്, നിങ്ങൾക്ക് ഏത് സ്പീച്ച് ചോദിച്ചാലും ഇതതിൻ്റെ ആൻസറാക്കി മാറ്റാൻ വേണ്ടി ആനുകാലിക കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എന്നാൽ അതിനകത്ത് നമ്മളുടെ തന്നിരിക്കുന്ന വിഷയം ഈ സ്പീച്ചിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ തുടക്കത്തിൽ ഡാഷിൻ്റെ ഭാഗത്തേക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സൂചനകളായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളും ക്വസ്റ്റ്യനിലത്തെ കണ്ടൻറ്റ് കാര്യങ്ങളെടുത്ത് ഡാഷിൻ്റെ ഭാഗത്തേക്ക് എഴുതിയാൽ പിന്നീട് തുടർന്നുള്ള ആനുകാലിക വിഷയങ്ങൾ നിങ്ങളുടെ ഈ സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് വരും. അത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ലാസ്റ്റ് ഭാഗത്തും നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ സൂചനകളെല്ലാം തന്നെ എടുത്ത് ക്വസ്റ്റ്യനുള്ള അതേപോലെ ഈ ഡാഷിൻ്റെ ഭാഗത്തേക്ക് എഴുതി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വരുന്നുണ്ട്. ഇത് സ്പീച്ചിൻ്റെ ഭാഗമാകും. എങ്ങനെയാണ് ഇത് ആ സ്പീച്ചിൻ്റെ ഭാഗമാകുന്നത് പറഞ്ഞാൽ ആനുകാലികമായ വിഷയങ്ങൾ കയറ്റിയാണ്. അപ്പം യഥാർത്ഥത്തിൽ സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ്.
എന്തെങ്കിലും എഴുതുന്നത് ഒന്നും എഴുതാതിരിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ സ്പീച്ച് എന്ന് കാണുമ്പോഴേ നമ്മൾ വിട്ടുകളയാതെ ഈ ആനുകാലിക വിഷയങ്ങളും മറ്റ് സ്പീച്ചിൻ്റെ ഹിൻസുകൾ ചേർത്തുകൊണ്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പീച്ച് വലിയ വലിയ എസ്സേകളൊക്കെ ഇപ്പം വാല്യൂ ചെയ്യുന്ന സമയത്ത് അധ്യാപകർ അത് മൊത്തത്തിൽ അരിച്ച് പറക്കി നോക്കാറില്ല. അപ്പം അത് കൊണ്ട് തന്നെ നമ്മൾ ഈ ആനുകാലിക വിഷയങ്ങളും പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്തെ പ്രസക്തമായ ഭാഗങ്ങൾ ഈ ഡാഷിട്ട ഭാഗത്ത് എഴുതുന്നതോടുകൂടി ഈ സ്പീച്ച് നിങ്ങൾക്ക് ആൻസറാക്കി മാറ്റാൻ കഴിയും. അപ്പം ഈ സ്പീച്ച് എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൂചനകളും അതിൻ്റെ വിശദ വിവരങ്ങളും ഈ ക്വസ്റ്റ്യനിലുണ്ടല്ലോ, ആ ക്വസ്റ്റ്യനിലുള്ള അതേ ഭാഗം നിങ്ങൾ ഈ ഡാഷിട്ട ഭാഗത്തേക്ക് അങ്ങ് എഴുതുക. അത് തുടക്കത്തിലും ഈ അവസാനം ദ സബ്ജക്റ്റ് ഈസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതും രണ്ടിടത്തും ഈ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ അതേപോലെ എഴുതിയാൽ ഇപ്പോൾ മുകളിലും താഴെയും ഈ ക്വസ്റ്റ്യനകത്തുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് സബ്ജക്റ്റാണല്ലോ, ഈ സ്പീച്ചിന് വേണ്ടിയുള്ള സബ്ജക്റ്റാണ്. അപ്പം ആ സബ്ജക്റ്റ് തുടക്കത്തിലും നമ്മൾ അവസാനത്തിലും ഇത് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ വായിച്ച് നോക്കുമ്പം പെട്ടെന്ന് വാല്യൂ ചെയ്യുന്ന അധ്യാപകൻ വിചാരിക്കുന്നത് അത് ആ സ്പീച്ച് തന്നെയാണ്. ആനുകാലിക കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം മൊത്തത്തിൽ അതായത് കാലിക പ്രസിദ്ധമായ ആനുകാലിക കാര്യമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലഹരിയുടെ ഉപയോഗമാണല്ലോ. ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന ആക്ടിവിറ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കേരളം മുഴുവൻ ഏറ്റവും ആനുകാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ കാലിക പ്രസിദ്ധമായിട്ടുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്നതാണല്ലോ. ഇത്തവണ സെക്കൻഡ് ഇയർ എക്സാമിനേഷന് റൈറ്റിംഗ് ഭാഗത്തു നിന്ന് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രിപ്പയർ ആൻ ഇറ്റിനറി. ഇറ്റിനറി എന്ന് പറഞ്ഞാൽ പ്ലാൻ ഓഫ് എ ജേണി, ഒരു യാത്രയുടെ പദ്ധതി തയ്യാറാക്കൽ. നമുക്കറിയാം പല തീർത്ഥാടന യാത്രകളുടെയൊക്കെ നോട്ടീസുകൾ നമുക്ക് പലപ്പോഴും ജംഗ്ഷനുകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നതാണ്. അല്ലെ പള്ളിയിലേക്കുള്ള തീർത്ഥാടന യാത്രകൾ, ഇപ്പം മരുത്വ പള്ളി അല്ലെങ്കിൽ പഴനി ഗുരുവായൂർ തിരുച്ചെന്തൂർ തീർത്ഥാടന യാത്ര, അങ്ങനെയുള്ള നോട്ടീസുകൾ. യഥാർത്ഥത്തിൽ അതൊരു ഇപ്പോൾ ഒരു 2 ദിവസത്തെ യാത്ര 3 ദിവസത്തെ യാത്ര അതിന് ഇത്ര രൂപ, ഇത്ര ഓരോ ദിവസങ്ങളിൽ ഇന്ന സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞ് വിശദമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയെ പറ്റിയുള്ളൊരു പ്ലാനാണ്. അപ്പോൾ പ്ലാൻ ഓഫ് എ ജേണിയാണ് ഇറ്റിനറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇറ്റിനറി നമ്മുടെ ട്രാവലോഗ് എന്ന് പറയുന്ന ട്രാവൽ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ലെസൺ തന്നെയുണ്ട് നമുക്ക് സെക്കൻഡ് ഇയറിന്. അപ്പം ഫസ്റ്റ് യൂണിറ്റിലെ ഈ ലെസണിൽ എക്സസൈസായിട്ട് നിങ്ങൾ ആക്ടിവിറ്റീസായിട്ട് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇറ്റിനറി തയ്യാറാക്കുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഒരു ടിപ്പായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ചാൽ തന്നെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഫോർമാറ്റ് നിങ്ങൾ ഉപയോഗിച്ച് ഈ ഇറ്റിനറി തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ 5 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇറ്റിനറി തയ്യാറാക്കേണ്ടത് ആദ്യം അതിൻ്റെ ഒരു സല്യൂട്ടേഷൻ ഫോർ എ ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുത്തതിന് ശേഷം വി ആർ ഹാപ്പി ടു ഇൻഫോം എവ്രി വൺ ദാറ്റ് എ ട്രിപ്പ് ടു പ്ലേസസ് ഇൻക്ലൂഡിങ്, ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്, എല്ലാവരെയും അറിയിക്കുകയാണ്, ഒരു ട്രിപ്പ് ടു പ്ലേസസ് ഇൻക്ലൂഡ് ഇന്ന സ്ഥലങ്ങൾ, അതായത് ആ സ്ഥലങ്ങളുടെ പേരുകൾ, നിങ്ങളൊരു 3 സ്ഥലങ്ങളുടെ പേരുകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഡാഷ് 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 ആൻഡ് ഡാഷ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പം ഈ 3 സ്ഥലങ്ങളുടെ പേരുകൾ എഴുതുക. എന്തായാലും ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ട് ഇത്ര ദിവസങ്ങളിൽ നിന്ന് കാണും. അപ്പോൾ അപ്കമിങ് ഡേയ്സ്, ആ ഡേയ്സിൻ്റെയാണ് അടുത്തതായിട്ട് ഡേയ്സ് കഴിഞ്ഞ് എത്തേതൊക്കെ 3 ദിവസങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ദിവസങ്ങളിൽ ആ 2 ദിവസങ്ങൾ കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ബിലോ, വിശദമായ വിവരങ്ങൾ താഴെ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3, അപ്പോൾ ഓരോ ദിവസങ്ങളിലും മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്നീ ഇങ്ങനെ കോളം തന്നിരിക്കുന്നു. ഇത് കോളം എല്ലാം കറക്റ്റ് ഇതേപോലെ ഇടുക. എന്നിട്ട് നിങ്ങളുടെ ഡേ 1 വിസിറ്റിംഗ് പ്ലേസസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളെ പോകുന്ന സ്ഥലങ്ങൾ അവിടെ എഴുതുക. അതിനുശേഷം അതായത് മോർണിംഗ് സമയത്ത് നിങ്ങൾ ഇവിടെയൊക്കെ ആ 1ാമത്തെ ദിവസം പോകുന്നു, അത് മോർണിംഗ് ആ പ്ലേസ് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഹോട്ടൽ, ആ ഡാഷ് അറ്റ് ഹോട്ടൽ എന്നുള്ള ആ ഹോട്ടലിൻ്റെ പേര് എഴുതുക. ഡേ 2 അതേപോലെ തന്നെ വിസിറ്റിംഗ് പ്ലേസ് എഴുതുക, ഹോട്ടലിൻ്റെ പേര്, ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണെന്ന് എഴുതുക. ഡേ 3 ഇതേപോലെ തന്നെ വിസിറ്റിംഗ് പ്ലേസ്, അതായത് സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ എഴുതുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹോട്ടലിൻ്റെ പേര് എഴുതുക. ആഫ്റ്റർനൂണിൽ അതായത് ലഞ്ച് നിങ്ങളിവിടെ കഴിക്കുന്നു, ആ ആഫ്റ്റർനൂൺ ടൈമിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെ, അത് ഡേ 1 ഡേ 2 ഇതേപോലെ തന്നെ ആഫ്റ്റർനൂണിൻ്റെ ആ സ്ഥലങ്ങൾ എഴുതുക. അതിനുശേഷം ഈവനിങ്ങിന് അതേപോലെ വിസിറ്റിംഗ് പ്ലേസസ്, നിങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ഈവനിങ് ആകുമ്പോഴത്തേന്, അതിനുശേഷം ഡിന്നർ, അതായത് നമ്മൾ രാത്രിയിൽ ഡിന്നർ കഴിക്കുന്ന ഹോട്ടലിൻ്റെ പേര്. അതേപോലെ ഡേ 2 ഇതേപോലെ നമ്മൾ വൈകുന്നേരം രാത്രി സമയങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഡേ 3 അതേപോലെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഡിന്നർ കഴിക്കുന്ന ഹോട്ടൽ. അത്രയും എഴുതിയാണ്. ഈ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്ഥലങ്ങളും ദിവസങ്ങളും എഴുതി കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ വിസിറ്റിംഗ് പ്ലേസസ് അതിനകത്ത് തന്നിരിക്കുന്ന സ്ഥലങ്ങളും തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാം.
റൈറ്റിംഗ് പാർട്ട് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഡയറി തയ്യാറാക്കുക എന്നുള്ളത്. പ്രിപ്പയർ എ ഡയറി. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളൊരു ദിവസം സംഭവിച്ചു, അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം ഉൾക്കൊള്ളിക്കൊണ്ട് രാത്രിയാകുമ്പോൾ നിങ്ങളൊരു ഡയറി തയ്യാറാക്കുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഡയറി തയ്യാറാക്കുക എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾക്ക് ഈ ഡയറിയിൽ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി, അതായത് ഈ ഫോർമാറ്റ് അനുസരിച്ച് ഡേറ്റ്, ആ ദിവസം, റൈറ്റ് സൈഡിൽ ടൈം, അതിനുശേഷം കണ്ടൻ്റായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയതിന് ശേഷം ഡാഷിൻ്റെ ഭാഗത്ത് ക്വസ്റ്റ്യനുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതിയാൽ മാത്രം മതി. അതിനുശേഷം ലാസ്റ്റ് വരിയായിട്ട് നൗ ഐ ഫീൽ ടോട്ടലി റിലാക്സ്ഡ് എന്ന് കൃത്യമായി എഴുതി കഴിഞ്ഞാൽ നിങ്ങളിത് ഈ കണ്ടൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ആ ഡയറിയുടെ ഭാഗമായി തീരുന്നു. ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക്, അതായത് നമുക്ക് ഈ ഒരു ഡയറി സ്ഥിരം ചോദിക്കുന്ന റൈറ്റിംഗ് ഭാഗത്ത് നിന്നുള്ള കാര്യം ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ മാർക്കും സ്കോർ ചെയ്യാം. അപ്പോൾ ഈ ഡയറി നിങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റൈറ്റിംഗ് ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഒബിച്വറി തയ്യാറാക്കുക എന്ന്. ഒബിച്വറി എന്ന് പറഞ്ഞാൽ ചരമ അറിയിപ്പ്, നമ്മുടെ ചരമക്കോളം പത്രങ്ങളിലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ചരമ അറിയിപ്പ്, അതേപോലെ സഞ്ചയന കാർഡുകൾ ഒക്കെ തയ്യാറാക്കുന്ന പോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഒബിച്വറി തയ്യാറാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട ആളുടെ പേര് സെൻട്രലൈസ് ചെയ്ത് എഴുതുക. ഇവിടെ സുകുമാരൻ എന്നൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ആരുടെ പേരാണെന്ന് വെച്ചാൽ ആ പേര് എഴുതുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് അയാളുടെ ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു സ്ക്വയർ ബോക്സ് നിങ്ങളിങ്ങനെ വരച്ചിട്ട് ഫോട്ടോ എന്ന് എഴുതുക. അതിനുശേഷം പേരെഴുതി നമ്മുടെ കണ്ടൻറ്റ് തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏജ് കൊടുക്കുക. ഇവിടെ കൂടുതൽ പ്രായമുള്ള ഒരാളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. പാസ്റ്റ് അവേ ഓൺ, അദ്ദേഹം മരിച്ചിരിക്കുന്നു. ഓൺ കഴിഞ്ഞിട്ട് ആ ഡേറ്റ് കൊടുക്കുക, അത് ക്വസ്റ്റിനകത്ത് കാണും. അതിനുശേഷം ആണെങ്കിൽ ഹീ വാസ് എ ലോങ് ടൈം റെസിഡൻറ്റ് ഓഫ്, അദ്ദേഹം താമസിച്ചിരിക്കുന്നത്, അപ്പം ആ വീട്ടുപേര് അവിടെ എഴുതുക. അതിനുശേഷം അത് ക്വസ്റ്റിനകത്ത് കാണും. അതിനുശേഷം ഹീ ഈ സർവൈവ്ഡ് വേ, അയാൾക്ക് ആരൊക്കെയുണ്ട്, അയാൾക്ക് എത്ര മക്കളുണ്ട്, സഹോദരങ്ങളുണ്ടെങ്കിൽ അത് എഴുതുക, ബ്രദറുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നീട് ന്യൂമറസ് ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് കൊടുത്തിരിക്കുക. പ്രായമുള്ള ആളായതാണ് കൊച്ചുമക്കളുടെ പേര് കൊടുത്തേക്കുന്നത്. പ്രായം കുറവാണെങ്കിൽ നിങ്ങൾ ഈ ന്യൂമറസ് ഗ്രാൻഡ് ചിൽഡ്രൻ എന്നുള്ളത് അങ്ങ് ഒഴിവാക്കണം. അതിനുശേഷം ഹി വാസ് എ ഡാഷ് ബൈ പ്രൊഫഷൻ, അദ്ദേഹത്തിന് എന്ത് ജോലിയാണ്, ഡോക്ടറാണെങ്കിൽ അത് എഴുതുക, അദ്ദേഹം ഡോക്ടറായിരുന്നെങ്കിൽ അങ്ങനെ എഴുതുക, ഡോക്ടർ ബൈ പ്രൊഫഷൻ. ഹി വാസ് എ ടീച്ചർ ബൈ പ്രൊഫഷൻ, ഹി വാസ് എ ബിസിനസ് മാൻ ബൈ പ്രൊഫഷൻ. അങ്ങനെ ജോലി എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ അതാണ് അടുത്ത ഈ ഭാഗത്ത് എഴുതേണ്ടത്. അതിനുശേഷം ലാസ്റ്റിൽ എ മെമ്മോറിയൽ സർവീസ് വിൽ ബി ഹെൽഡ് ഓൺ, ഒരു സഞ്ചയനം നടത്തുന്ന ഡേറ്റാണ് നമ്മൾ ലാസ്റ്റിൽ കൊടുക്കേണ്ടത്. അറ്റ് ദ ഹോം ടു ബി ഫോളോഡ് ബൈ എ ബ്രീഫ് സർവീസ് അറ്റ് ദ ഗ്രേവ് സൈറ്റ്, കുഴിമാടത്തിൽ ചില പ്രാർത്ഥനകളും ചടങ്ങുകളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ആർക്ക് വേണ്ടിയും നമുക്ക് ഈ ഒരു ഒബിച്വറി തയ്യാറാക്കുക, ചരമറിയിപ്പ് ഇങ്ങനെ ചെയ്താൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എഴുതിയെടുത്ത് മനസ്സിലാക്കി തന്നെ പഠിക്കുക, ഫോളോ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ മാർക്ക് ഉറപ്പിക്കാം. പ്രിയ പഠിതാക്കളെ, ടെക്സ്റ്റ് ബേസ്ഡായിട്ട് നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് അപ്രീസിയേഷൻ തയ്യാറാക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ ഒരു കവിയുടെ പേരും കവിതയുടെ പേരും ഒക്കെ തന്നിട്ട് ചിലപ്പോൾ ആ കവിത കൂടി തന്നിട്ട് നിങ്ങളോട് ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാനായിട്ട് ചോദിക്കും. അപ്പം ഏത് കവിതയ്ക്ക് ഇപ്പോൾ നമുക്ക് 4 പോയംസാണ് സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 4-5 പോയംസ് പഠിക്കാനുള്ളത്, 5ൻ്റെയും സെപ്പറേറ്റ് നിങ്ങൾ അപ്രീസിയേഷൻ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പം എല്ലാവർക്കൊണ്ടും സമയത്തേക്ക് ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നും എഴുതാതിരിക്കുന്നേക്കാൾ എന്തെങ്കിലും എഴുതുന്നതായിരിക്കുമല്ലോ. ഇവിടെ അപ്രീസിയേഷൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിലൊരു അപ്രീസിയേഷനാണ്. അതായത് നമുക്കറിയാം ഏതൊരു കവിത എടുത്താലും അതിന് വിഷ്വൽ ഇമേജസ് ഉണ്ട്, ഓഡിറ്ററി ഇമേജസ് ഉണ്ട്, ഓൾഫാക്ടറി ഇമേജസ് ഉണ്ട്, ടാക്റ്റിക്കൽ ഉണ്ട്, അതിൽ തന്നെ സിമിലി കാണുക, ലിറ്ററേഷൻ കാണുക. അപ്പോൾ അത്തരത്തിലുള്ള പൊയറ്റിക് ഡിവൈസുകൾ എല്ലാ കവിതയ്ക്കും ഉണ്ട്. അതിനൊരു റൈമിംഗ് പാറ്റേൺ ഉണ്ട്, അതിൻ്റെ ഡിക്ഷൻ, ലേഖനശൈലിയുണ്ട്. അപ്പോൾ ഇത്തരം പൊയറ്റിക് ഡിവൈസുകളെല്ലാം ചേർത്തുകൊണ്ട് ഏത് കവിതയ്ക്കും ഉള്ളത് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് കൊടുത്തുകൊണ്ട് നമ്മളൊരു അപ്രീസിയേഷൻ തയ്യാറാക്കിയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കവിയുടെ പേരും കവിതയുടെ പേരും പ്രത്യേകം പഠിച്ചു വെക്കുക. ഈ 4 കവിതയാണ് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കുകയാണെങ്കിൽ ആ 4 കവിതകളുടെ കവിയുടെ പേരും കവിതയുടെ പേരും പഠിച്ചതിന് ശേഷം ഈ ഒരു കോമൺ ആയിട്ടുള്ള ഈ അപ്രീസിയേഷൻ പഠിച്ചാൽ ഇതിനകത്തെല്ലാം പൊയറ്റിക് ഡിവൈസുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കവിതയ്ക്കും സ്യൂട്ടബിൾ ആകുന്ന രീതിയിലാണ്. അപ്പം അതിനകത്ത് തീമും കാര്യങ്ങളും ഒന്നും വരുന്നില്ലെങ്കിൽ തന്നെയും നമുക്ക് ഒരുപക്ഷെ ഇൻവിജിലേറ്റ് നോക്കുമ്പം ഇതിനകത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്കൊരു 5 മാർക്കിൻ്റെ 4 മാർക്ക് 4.5 മാർക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അത്തരത്തിലാണ് ഇതിൻ്റെ അപ്രീസിയേഷൻ തയ്യാറായിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ അപ്രീസിയേഷൻ മനസ്സിലാക്കിയെടുത്ത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കവിതയുടെ പേരും കവിയുടെ പേരും മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്രീസിയേഷനിലൂടെ 5 അപ്രീസിയേഷൻ ഒരുമിച്ച് പഠിക്കുന്നതിന് പകരം ഒറ്റ അപ്രീസിയേഷൻ തയ്യാറാക്കാൻ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും.